ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഷോൾഡറിൽ സ്ട്രാപ്പ് വെച്ചിട്ടുള്ള ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോ ആയിട്ടാണ്. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 2 മീറ്റർ ക്ലോത്താണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ. ആദ്യം നമുക്കിതിൻ്റെ യോക്ക് പാർട്ട് കട്ട് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ തുണിയുടെ 4ആയി മടക്കി വെച്ചുകൊണ്ട് ഒരു 10 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. ലെങ്ത്ത് എനിക്കിവിടെ 15 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് കൂട്ടിക്കൊടുത്ത് ഒരു 16 ഇഞ്ചിൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 16 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അളവാണിത്. നമുക്കിവിടെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തണം. ഷോൾഡർ എനിക്കിവിടെ 7.5 ഇഞ്ചിലാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. അതേ 7.5 ഇഞ്ച് ഞാൻ ആം ഹോളിനും എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു സ്കെയിൽ വെച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് അടയാളപ്പെടുത്താം. ചെസ്റ്റിൻ്റെ അളവ് എനിക്കിവിടെ 34 ഇഞ്ചാണ്. 34 ഡിവൈഡഡ് ബൈ 4 8.5 ഇഞ്ച്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് കൂട്ടി 10 ഇഞ്ചിൽ ഞാനിവിടെ ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് അടയാളപ്പെടുത്തണം. വേസ്റ്റിൻ്റെ അളവ് 31 ഇഞ്ചാണ്. അപ്പോൾ 31 ഇഞ്ച് ഡിവൈഡഡ് ബൈ 4 7.25. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് കൂട്ടി 9.25 ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ആം ഹോളിനെ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതേ 5 ഇഞ്ച് നമുക്ക് ആം ഹോളിൻ്റെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ 2 പോയിൻറ്റും ഒരു സ്കെയിൽ വെച്ച് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. നമ്മുടെ യോക്കിന് നമുക്ക് ഈ ഒരു ഭാഗം മാത്രമേ ആവശ്യമുള്ളൂ. നമുക്കിതിന് 2 സ്ട്രാപ്പ് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. സ്ട്രാപ്പിൻ്റെ അളവ് നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും. ഇതുപോലെ സ്ട്രാപ്പിൻ്റെ അളവ് എടുക്കുക. 5 ഇഞ്ചാണ് സ്ട്രാപ്പിൻ്റെ അളവ് വന്നിട്ടുള്ളത്. അപ്പം നമുക്കതിൻ്റെ ഡബിള് 10 ഇഞ്ച്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് നമുക്ക് സീം അലവൻസ് കൂട്ടിക്കൊടുത്ത് 11 ഇഞ്ച് നീളത്തിൽ നമുക്ക് 2 സ്ട്രാപ്പ് കട്ട് ചെയ്തെടുക്കാം. യോക്ക് കട്ട് ചെയ്ത പീസിൽ നിന്ന് തന്നെ നമുക്ക് സ്ട്രാപ്പ് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ 5.5 ഇഞ്ച് നീളവും അതുപോലെ തന്നെ ഒരു 3 ഇഞ്ച് വീതിയിൽ ഞാൻ സ്ട്രാപ്പ് കട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. തുണിയെ മടക്കി വെച്ച് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് 5.5 ഇഞ്ച് എടുത്തിട്ടുള്ളത്. നമുക്കിതിനൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് യോക്ക് പാർട്ടിൻ്റെ നെക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കണം. അതിന് യോക്ക് പാർട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്ത് നമുക്ക് ഒരു പീസ് കട്ട് ചെയ്തിട്ടെടുക്കാം. യോക്ക് പാർട്ട് ഇവിടെ നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് യോക്ക് പാർട്ട് ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ച് കൊടുത്തിട്ട് വേസ്റ്റിൻ്റെ അളവ് എത്രയാണോ അതിൻ്റെ ഡബിൾ നമുക്ക് സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് 2 പീസ് കട്ട് ചെയ്തിട്ടെടുക്കാം. സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് എടുക്കുമ്പോൾ ടോട്ടൽ ലെങ്ത്ത് എത്രയാണോ അതിൽ നിന്നും യോക്കിൻ്റെ ലെങ്ത്ത് കഴിച്ച് ബാക്കിയുള്ള ലെങ്ത്ത് നമുക്ക് സ്കേർട്ട് പാർട്ടിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ വശവും ആം ഹോളിൻ്റെ വശമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ കട്ട് ചെയ്ത പീസിൽ നിന്നും ആം ഹോളിൻ്റെ ആ ഒരു ഭാഗം ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ആദ്യം നമുക്ക് സ്ട്രാപ്പ് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു 1/4 ഇഞ്ച് വിട്ട് നമുക്ക്
അടിച്ചെടുത്തിട്ട് വരാം. അതിനുശേഷം അതിനൊന്ന് മറിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം നടുഭാഗത്ത് വരുന്ന രീതിയിൽ നമുക്കൊന്ന് അയൺ ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബോഡി പാർട്ടിൽ സ്ട്രാപ്പ് വെച്ച് കൊടുക്കാം. അതിനുവേണ്ടി സ്ട്രാപ്പിൽ ഒരു 1/2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ആം ഹോളിൽ നിന്നും ഒരു 1/2 ഇഞ്ച് വിട്ട് ഇതുപോലെ സ്ട്രാപ്പ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്ട്രാപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ട്രാപ്പ് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ഒരു പീസിൻ്റെ അറ്റവശം ഇതുപോലെ ഒന്ന് രണ്ടായി മടക്കി അടിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നെക്ക് പാർട്ടിൽ വെച്ച് ജോയിൻ്റ് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഷോൾഡർ ഞാനിവിടെ യോക്കിൻ്റെ നല്ല വശത്താണ് ജോയിൻ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പീസിൻ്റെ നല്ല വശം ഇതുപോലെ സ്ട്രാപ്പിന് മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഈ ആം ഹോളിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നും തൊട്ട് ഇതുപോലെ മുഴുവനായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റിച്ചിന് തട്ടാതെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ യോക്കിൻ്റെ ഒരു ഭാഗം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ യോക്ക് പാർട്ടും സ്ട്രാപ്പിൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ യോക്ക് പാർട്ട് നല്ല വശം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആദ്യത്തെ യോക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് സ്ട്രാപ്പ് നമുക്ക് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഒരു പീസ് അതിൻ്റെ നല്ല വശം വെച്ചിട്ട് അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ യോക്ക് പാർട്ട് ഇവിടെ ഫുള്ളായി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ സ്കേർട്ട് പാർട്ട് ജോയിൻ്റ് ചെയ്യണം. സ്കേർട്ട് പാർട്ടിൻ്റെ ഒരു പാർട്ട് എടുത്തിട്ട് നമുക്ക് മെഷീൻ്റെ സ്റ്റിച്ച് വലുതാക്കി കൊടുത്തിട്ട് സ്കേർട്ട് പാർട്ടിൻ്റെ വേസ്റ്റ് ഭാഗത്ത് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിനെ പ്ലീറ്റ്സ് ആക്കി കൊണ്ടുവരാം. വേസ്റ്റ് ഭാഗത്ത് മെഷീൻ്റെ സ്റ്റിച്ച് വലുതാക്കി നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. നമ്മുടെ യോക്കിൻ്റെ വേസ്റ്റിന് എത്രയാണോ അളവ് വേണ്ടത് ആ ഒരു അളവിൽ നമുക്ക് പ്ലീറ്റ്സ് ഇവിടെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് യോക്കിൻ്റെ നല്ല വശവും ഈ സ്കേർട്ട് പാർട്ടിൻ്റെ നല്ല വശവും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ തന്നെ രണ്ടാമത്തെ യോക്ക് പാർട്ടിൽ ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ രണ്ട് വശവും സൈഡ് ഭാഗത്ത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ ഷോൾഡർ സ്ട്രാപ്പ് ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഫിനിഷിങ്ങിൽ തന്നെ നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ സ്ട്രാപ്പിൻ്റെ രണ്ട് വശത്ത് 2 ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.